ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ, താരങ്ങൾ പതിമക്കത്തോളിൻ മുത്തിൻ മദ്ഹിന്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ടേ, മർഹബ വിളിക്കുന്നുണ്ടേ. അകം കൊത്തി വലിക്കുന്ന പ്രണയത്തിൻ കൊളുത്ത്, മുഖം കത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ വിളക്ക്, അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത്, നിലാവൂദിച്ചേ മുത്തിൻ നിലാവൂദിച്ചേ. അജുവാം നരങ്ങൾ സ്വലാത്തു ചൊല്ലി കാത്തിരുന്നൊരു രാവ്, ഇബിലീസണ്ട കടാഹം മുഴുവൻ നിലവിളിച്ചോടി വരും രാവ്, നിലവിളിച്ചോടി വരും രാവ്. ത്വാഹ നബിയോരെ തിരുജന്മ പിറവിയിൽ താരം മദ്ഹോതി തിളങ്ങിയിടുന്നേ, തങ്ങൾ തളിർമുല്ല കടലിലെ തീരെ കൊടുത്തവരോ, തഴുകുന്ന കുളിർ തന്നെ തടവി വിട്ടവരോ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതാ രാവിലെ സുബഹ്സ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയിട്ട രാവിലെ തന്നെ. മാഷാ അല്ലാഹ്, അന്ന് എന്താണെന്നറിയോ, ഒന്ന് നമ്മുടെ നബിദിനം കൂടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ മക്കളൊക്കെ വിളിച്ചുണർത്തി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു മദ്രസയിലേക്ക് പോകട്ടാ. നമ്മുടെ മുത്ത് ഹബീബിൻ്റെ ജന്മദിനമാണല്ലോ ഒന്ന്, മീലാദ്. എല്ലാ എന്താ പറയുക, എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് നല്ല മദ്രസ കുട്ടികൾക്കായാലും മൊത്തത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ദിവസമാണ് കേട്ടെന്ന്. മാഷാ അല്ലാഹ്, അങ്ങനെ നമ്മൾ കുറേ ആയി ഇപ്പോൾ റബീഉൽ അവ്വൽ 12 ആവാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കണം കേട്ടോ. എല്ലാവരും കുട്ടികൾ പാട്ടുകൾ പഠിക്കലും കാര്യങ്ങളും ദഫ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പ്രാക്ടീസും തിരക്കായിട്ട് കുട്ടികളൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് അവർക്ക് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാനുള്ള നല്ലൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റാഹത്താവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെ എന്താ പറയുക, മുത്ത് ഹബീബിനെ പറ്റി നമുക്കൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും പരസ്പര സ്നേഹങ്ങളും ബന്ധങ്ങളും കുടുംബങ്ങളും എന്താ പറയുക, കുടുംബത്തിലായെങ്കിലും സാഹോദര്യത്തിലാണെന്നുണ്ടെങ്കിലും അയൽവക്കത്തുള്ളവരായിട്ടാണെന്നുവെച്ചാലും എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാനും പഠിപ്പിച്ച് തന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അറിയുന്നതിനോട് നമ്മൾ നെഞ്ചിലേക്ക് ഏറ്റിപ്പിടിച്ച് നബിചര്യയായിട്ട് ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. സാഹോദര്യമായാലും സ്നേഹമായാലും നമ്മൾ അയൽവക്കത്തുള്ള ഒരു പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മളെ വയറ് പോലും നിറയ്ക്കരുതെന്ന് പഠിപ്പിച്ച മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നബീനെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ടതും പഠിക്കേണ്ടതായിട്ട് അതിനും ഉണ്ട് കേട്ടോ. ഞാൻ ഉൾപ്പെടെ തന്നെ ഒരുപാട് ഇനിയിപ്പോഴും നമുക്ക് ഓരോ യൂട്യൂബിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് നോക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, അറിയാനും ഒക്കെ പറ്റും. അപ്പോൾ അതൊക്കെ പഠിക്കട്ടെ. ഞാനും ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നിങ്ങനെ വെച്ച് കേട്ട് നമുക്ക് അറിവെന്ന് പറഞ്ഞാൽ എത്രയും നമുക്ക് എന്തിൽക്കും പകർത്താൻ പറ്റിയ ഒരു കാര്യമാണ്. നമുക്ക് എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നല്ല ദിവസം രാവിലെ മക്കൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി അവർ എന്താ പറയുക, റാലി ഉണ്ടാവും, പരിപാടികൾ മദ്രസയിൽ അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ വീടിരിക്കൽ കഴിഞ്ഞിട്ടേ ഒന്നുമില്ല കേട്ടോ, ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല, പച്ചക്കറി. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ ഇങ്ങനെ പാകിയിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്, ചീരത ഇതുപോലെ ഞാൻ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ച് പോകുന്നതിന് ശേഷം പറിച്ച് കുഴിച്ചിടാനൊക്കെ ഉണ്ട്. നമ്മളിത് കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലേക്കൊക്കെയുള്ള ചായയും കടിയൊക്കെ ആക്കണം. ഇന്ന് മക്കൾ പിന്നെ ഇന്ന് തറവാട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ, വീട്ടിലേക്ക്. അപ്പോൾ ഞാനിക്കായുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചായയും കടിയൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ തന്നെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയ്ക്ക് നമുക്ക് ലൈറ്റ് ഉണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. നല്ല വെളിച്ചാണ്, മരങ്ങളും തടസ്സമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കിയത്. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, നമ്മളെ സാധാ റേഷൻ കടയത്തെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിക്ക് നല്ല തിളക്കാത്ത വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കാറ് ഞാൻ. അപ്പോൾ ഇതുപോലെ നല്ല പൊങ്ങി കിട്ടും കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടും, എണ്ണ ഒന്നും പിടിക്കൂല കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടാ, നല്ല കോമ്പിനേഷനുള്ള പൂരിയും ഉരുളൻകിഴങ്ങ് കറിയും കൂടിയിട്ട്. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു സവാള എല്ലാതും ഓരോന്ന് എടുത്തിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിക്ക് വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ, അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അങ്ങനെ ഉടച്ചു കൊടുത്തതിന് ശേഷം ലേശം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് ലേശം മല്ലിച്ചപ്പും കൂടി മേലിട്ട അടിപൊളിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത്. പിന്നെ ഇതാ നല്ല വെളിച്ചമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം അത്രയ്ക്ക് ആയിട്ടൊന്നുമില്ല, ഒരു 8 മണിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളിന്ന് ചായ കുടിച്ചിട്ട് ബാക്കി നോക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഒന്ന് ചോറൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല, നമ്മളെ പള്ളിക്ക് നിന്ന് ചോറൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ, പല സ്ഥലങ്ങളിലും പല തരാണ്. അപ്പോൾ ഇതിന് ഇതാ 9 മണിയാകുമ്പോഴത്തേന് നമ്മളെ മദ്രസയിലത്തെ ഇതാ
റാലി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സൗണ്ട് കേട്ടപ്പോൾ പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. ഇന്ന് മൊത്തത്തിൽ എല്ലായിടത്തുനിന്നും നല്ലൊരു മധുഹിൻ്റെ ഒരു എന്താ പറയുക മധു പാട്ടിൻ്റെയാണ് കേട്ടോ എല്ലാ ഭാഗത്തുനിന്നും. നമുക്കിങ്ങനെ നടുഭാഗം ഒഴിഞ്ഞ് പാടായത് കാരണം 4 പുറത്തുനിന്നും മദ്രസകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. മധു പാട്ട് ഇങ്ങനെ കേൾക്കാം. അപ്പം ഇന്ന് രാവിലെ മുതൽക്കും നല്ലൊരു മധുഹിൻ്റെ ഒരു എന്താ പറയുക മധു പാട്ടിൻ്റെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ. പക്ഷേ നല്ല രസമുണ്ട്. ഓരോ പാട്ടുകളും നല്ല ഭംഗിയുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കി. പിന്നെ നമുക്ക് വൈകുന്നേരം നമുക്ക് മദ്രസയിലേക്ക് പാട്ട് കേൾക്കാനൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് പാട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓന് പാട്ട് നല്ല പോകാനുണ്ട് ക്ലിയർ ആയിട്ട് പഠിക്കാനൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇന്നലെ ഇരുന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങനെ തന്നെയാണ് മിക്കവാറും ആളുകളും. ലാസ്റ്റിക്കും വെച്ചിട്ടാണ് ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് പാട്ട് പഠിക്കലും അങ്ങനെയൊക്കെ തന്നെയാവും മക്കളൊക്കെ. പിന്നെ ദഫിൻ്റെയും ബാക്കിയുള്ള പരിപാടികളിലൊക്കെ പ്രാക്ടീസൊക്കെ ഇങ്ങനെ മദ്രസയിൽ നിന്ന് തന്നെ അങ്ങനെ അവർ തന്നെ പ്രാക്ടീസ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെയായി. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് പള്ളിക്കന്ന് ചോറൊക്കെ കൊടുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറുണ്ട്, അത്യാവശ്യം ചോറൊക്കെ ഉണ്ട് കേട്ടോ. നെയ്ച്ചോറും പിന്നെ നമുക്ക് ബീഫ് കറിയും കൂടിയിട്ടാണ് കിട്ടിയത്. കറി കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ. പക്ഷെ എന്നാലും ഇത് കുറച്ച് പോകുന്ന മാത്രമായ കാരണം തോന്നുന്നുണ്ട് കുറേശ്ശെ തന്നെ ഉള്ളൂ കറി കിട്ടിയത്. അപ്പോൾ വൈകുന്നേരം ആക്കി നോക്കുമ്പോൾ ഞങ്ങൾ മദ്രസയിലേക്ക് പോയി കുട്ടികളെ ഫസ്റ്റ് ആക്കി കൊടുത്തിട്ട് അവന് 7ാം ക്ലാസ്സിലാണ് ഫഹദ് പഠിക്കുന്നത്. അപ്പോൾ അത്രയും സമയം കുറേ സമയം പിടിക്കും തുടങ്ങാനായിട്ട്. അത് കാരണം മക്കളാദ്യം കൊണ്ടുവയ്ക്കതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോയത് കേട്ടോ. ഇത് എന്താ പറയുക ഫ്ലവർ ഷോ ആണ് കേട്ടോ. നല്ല സൗണ്ടൊന്നും ഇതിന് പാട്ടെടുക്കാൻ പറ്റില്ല, മ്യൂസിക്കുള്ള കാരണം കോപ്പിറൈറ്റ് വരും കേട്ടോ. അത് കാരണമാണ് ഇതിൻ്റെ സൗണ്ടൊക്കെ മ്യൂട്ടാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ കുട്ടികളെടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർ ഫ്രണ്ടിലായ കാരണം അവർക്ക് എടുക്കാൻ കൊടുത്തതാണ്. അത്ര വലിയ കറക്റ്റായി കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും അതൊന്ന് കേട്ട് നോക്കി നോക്കി. അടുക്കളത്തിലെ പടകുതിര അങ്ങനെ ഫഹദിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. രാത്രിയിലെ നേരം പുലർച്ചെ ആവാറായി എന്ന് പറയട്ടോ. അങ്ങനെ ഫസ്റ്റ് പാടിയ പാട്ട് ഫഹദ് പാടിയതാണ് കേട്ടോ. ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമെങ്കിൽ ഒരു എന്താ പറയുക ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ഇടിട്ടോ. അപ്പോൾ നമുക്ക് നേരെ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകട്ടോ. നല്ല മാലകളൊക്കെ ബൾബുകളൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. 1 മണി ആയിക്കണം കേട്ടോ. നമ്മൾ രാത്രി എന്താ പറയുക നേരം വെളുക്കാറായി എന്നൊക്കെ തുടങ്ങി കേട്ടോ. രാത്രി എന്ന് പറയാൻ പറ്റില്ല. 1 മണി ആയതിനു ശേഷം നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് അവൻ്റെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായില്ലെന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. അതിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.